കൊച്ചിയിൽ തീപിടുത്തം. ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷന് സമീപം ജിയോ ഇൻഫോടെക് കമ്പനിയുടെ 2 നിലകളിലാണ് തീ പടർന്നത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേർന്നു. ഡാനി, എപ്പോഴാണ് തീ പടർന്നത്? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആളപായമോ ആ രീതിയിലുള്ള ആശങ്കയോ ഉണ്ടോ സ്ഥലത്ത്? അപർണ, വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഇവിടെ ഈ കാണുന്ന കെട്ടിടത്തിൽ തീ പടരുന്നതായിട്ട് കണ്ടത്. ഇതിലെ പോയ വഴിയാത്രക്കാരാണ് ആദ്യം ഇത് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഇവിടേക്ക് ആളുകൾ കൂടുതലായിട്ട് എത്തുകയും ഇവിടെയുള്ള ഇതിൻ്റെ ഒരു ചില്ല് ഭാഗങ്ങൾ ഇത് തകർത്തുകൊണ്ടാണ് ഇതിനകത്തുണ്ടായിരുന്നവരെ രക്ഷിച്ചത്. നിലവിൽ ഇതിൽ ഇപ്പോൾ ആളപായമില്ല. തീപിടുത്തം അത് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഒരാൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നതായ അടക്കമുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് ഇതിനകത്ത് കയറി വീണ്ടും അഗ്നിരക്ഷാസേനയും പോലീസും എല്ലാം പരിശോധിച്ചു. ആരും തന്നെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇപ്പോൾ അവസാനമായിപ്പോൾ ഉറപ്പ് വരുത്തിയിരിക്കുന്നു. ഇതിനകത്ത് ആരും തന്നെ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പുതുതായി ചേർക്കാനുള്ളത്, ഇതിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ പേരെയും തന്നെ ഇവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം ലഭിക്കുന്നത്. ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മുഴുവൻ പേരെയും തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പങ്കെടുത്ത ഇവിടെ ഉണ്ടായിരുന്ന അഗ്നിരക്ഷാസേനയുടെ ഭാഗമായിരുന്ന ഒരാൾ കുഴഞ്ഞു വീഴുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഏതായാലും വലിയൊരു അപകടമാണ്, വലിയൊരു അത്യാഹിതമാണ് സംയോജിതമായ ഒരു ഇടപെടലിലൂടെ ഒഴിവായത്. ഏതാണ്ട് 15ഓളം പേർ ആ ഒരു സമയത്ത് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. വിവിധ കമ്പനികളുടെ ഓഫീസുകളാണ്, സോഫ്റ്റ്വെയർ മേഖലയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ വിവിധ ഓഫീസുകളാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്ത് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് അവധി ദിനമായിരുന്നെങ്കിലും ഒരു ഓഫീസിലുണ്ടായിരുന്ന 15ഓളം പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ അവരെല്ലാം തന്നെ വളരെ പെട്ടെന്ന്, നാട്ടുകാരുടെ എല്ലാം തന്നെ വളരെ പെട്ടെന്ന് എത്തിയ അഗ്നിരക്ഷാസേനയും എല്ലാം ചേർന്ന് വളരെ പെട്ടെന്ന് ഇതിനകത്ത് പുറത്തേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇത് ഇൻഫോ പാർക്കിന് സമീപമുള്ള കെട്ടിടമാണ്. കിൻഫ്രയുടെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടമാണ്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ ഒഴിപ്പിക്കാനായിട്ട് സാധിച്ചതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഒടുവിൽ അഗ്നിരക്ഷാസേന അറിയിക്കുന്നത്. ഇതിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഒഴിപ്പിച്ചിരുന്നു. തീപിടുത്തം പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അപർണ, ഏത് രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കൂട്ടലുകൾ ഈ സമയത്ത് നടക്കുന്നുണ്ടോ? ആ രീതിയിലുള്ള നിഗമനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന്, ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന്? ഇതിൽ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിൻ്റെ ഒരു പ്രാഥമികമായ ഒരു കാരണമെന്ന രീതിയിലാണ് പോകുന്നത്. നമുക്കൊപ്പം അഗ്നിരക്ഷാസേനയുടെ ഉദ്യോഗസ്ഥരുണ്ട്. ഏതെങ്കിലും ഒരു നിഗമനത്തിലേക്ക് എത്താൻ പറ്റിയൊരു സമയം എത്തിയിട്ടില്ല? ആയിട്ടില്ല. എന്തായിരുന്നു തുടക്കം വരുമ്പോൾ വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നത്? ഞങ്ങൾ ഇവിടെ വരുമ്പോഴേക്ക് 4 ഭാഗത്തുനിന്ന് തീയായിരുന്നു. ഇദ്ദേഹം ഇവിടെ ചാർജ് ഉണ്ടായിരുന്ന ഓഫീസർ സുനിൽകുമാർ, അദ്ദേഹം പറഞ്ഞത് അതിഭയങ്കരമായ തീയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ജില്ലയിൽ നിന്നുള്ള എല്ലാ വണ്ടികളും ഞങ്ങൾ ഇങ്ങോട്ട് മൊബിലൈസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് മുമ്പേ നാട്ടുകാർ ആൾറെഡി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതാണ് നമുക്ക് കാഷ്വാലിറ്റീസിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് ശരിക്കും സഹായിച്ചത്. ഞങ്ങൾ വന്ന് വർക്കൗട്ട് കാര്യം വരുമ്പോഴേക്കും ബിൽഡിംഗ് മൊത്തം എൻഗൾഫ് ചെയ്തിട്ടുണ്ടായിരുന്നു തീ. കാരണം നമ്മൾ അതിനുശേഷം ഇനിയേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ അതിനുള്ള ടൈമല്ല. അതാണ് തീർച്ചയായും പരിശോധിക്കും. ഞങ്ങൾ പരിശോധിച്ചിട്ട് അറിയാം. ഈ സമയത്തേക്ക് ഇവിടെ ആദ്യം ഓടിയെത്തിയതാണല്ലോ, എന്തായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് നമ്മൾ ഒരു തീ കാണാണ്, പുകയും കാണാണ്. അപ്പോൾ ചെറുപ്പക്കാരായ പിള്ളേർ എല്ലാവരും ഓടിക്കൂട്ടി ആദ്യം ആ ചില്ല് പൊട്ടിച്ച് അതിനകത്തുള്ള ആളെ പുറത്തിറക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ മനുഷ്യജീവൻ അപകടം പറ്റാതെ അവരെങ്ങനെയും പുറത്തിറക്കുക. അവർ ശ്വാസം മുട്ടുന്നു, റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടാകുന്നു. അതിലുള്ള ആളെ ഇമ്മീഡിയറ്റ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീ പെട്ടെന്നാണ് പടർന്നു വന്നത്. ഫയർഫോഴ്സിൻ്റെ ആളുകൾ അപ്പോഴേക്കും ആദ്യം 2 വണ്ടി വന്നു. തൊട്ടടുത്ത ടാങ്കുകളിൽ നിന്നും അതേപോലെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹൈഡ്രൻറ്റുകളിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് വെള്ളം അടിച്ച് കെടുത്താനുള്ള ശ്രമം നടത്തി. പിന്നെ എല്ലാ പ്രദേശത്തും ഫയർ എഞ്ചിനുകൾ വന്നു. എല്ലാ രീതിയിലും ഒത്തൊരുമിച്ച് നിന്ന് തീ നടക്കാൻ കഴിഞ്ഞു. ഇതുവരെ ഒരു അപകടം പറ്റിയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത് ആർക്കും. ഇതുവരെ ആ രീതിയിൽ തന്നെയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒരാളാണ്. നിലവിൽ അഗ്നിരക്ഷാസേന അറിയിക്കുന്നത് ആർക്കും തന്നെ അപകടത്തിൽ ആരും തന്നെ പെട്ടിട്ടില്ല. ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് രക്ഷപ്പെടുത്തിയ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആരുടെയും പരിക്കുകളോ ഒന്നും സാരമുള്ളതല്ല. ഏതായാലും കെട്ടിടം ഏതാണ്ട് 4 പാടിൽ നിന്ന് തന്നെ കത്തുന്നൊരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിലാണ് അഗ്നിരക്ഷാസേനയുടെയും പോലീസിൻ്റെയും എല്ലാം തന്നെ മണിക്കൂറുകൾ നീണ്ടുനിന്ന വളരെ കഠിന പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഷോർട്ട് സർക്യൂട്ടാണെന്ന ഒരു പ്രാഥമികമായ നിഗമനമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന
ഒരു ഫയർ ഫൈറ്റിംഗ് സംവിധാനങ്ങൾ ഇതിൻ്റെ എല്ലാം തന്നെ ഈ ഒരു കാര്യക്ഷമതയടക്കം പരിശോധിക്കണമെന്നൊരാവശ്യവും അഗ്നിരക്ഷാസേന മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു മേഖല, ഇൻഫോ പാർക്കും കിൻഫ്രയും എല്ലാം തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മേഖല. ഒരു സാധാരണ പ്രവൃത്തി ദിനമായിരുന്നെങ്കിൽ ഒട്ടനവധി പേർ ഇതിനകത്ത് ജോലി ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒരു ശനിയാഴ്ച ആയതുകൊണ്ട് മാത്രമാണ് വളരെ കുറച്ച് പേർ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഇതിൽ അവസാനിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ ഈ അഗ്നിരക്ഷാസേന അടക്കമുള്ളവർ നടത്തിയ രക്ഷാപ്രവർത്തനം തന്നെയാണ്. അതുകൊണ്ടാണ് അകത്തുണ്ടായിരുന്ന മുഴുവൻ പേരെയും തന്നെ വളരെ പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുവാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ ഇത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർണാടകം കോൺഗ്രസിന്റെ കയ്യിൽ. കർണാടകത്തിൽ BJP-യെ തകർത്ത് കോൺഗ്രസിന് വൻ വിജയം. 224 അംഗ നിയമസഭയിൽ BJP-യേക്കാൾ ഇരട്ടിയിലധികം സീറ്റ് നേടിയാണ് കോൺഗ്രസിന്റെ ജയം. കോൺഗ്രസ് 136 സീറ്റ് നേടിയപ്പോൾ BJP-യുടെ പ്രകടനം 65 സീറ്റിൽ ഒതുങ്ങി. BJP-ക്ക് പുറമെ JDS-നും തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം. 19 സീറ്റുകളിൽ മാത്രമാണ് JDS നേടാനായത്. ലിംഗായത്ത് സ്വാധീന മേഖലയായ മുംബൈ കർണാടകത്തിലും വൊക്കലിഗ സ്വാധീന മേഖലയായ ഓൾഡ് മൈസൂരുവിലും കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കി. മധ്യ കർണാടകത്തിലും കോൺഗ്രസാണ് മുന്നിൽ. ബംഗളൂരു നഗരമേഖലയിലും തീരദേശ കർണാടകത്തിലും മാത്രമാണ് BJP-ക്ക് പിടിച്ചു നിൽക്കാനായത്. കോൺഗ്രസ് പടയോട്ടത്തിൽ 12 മന്ത്രിമാർ തോറ്റു. JDS കോട്ടയായ രാമനഗരയിൽ നിഖിൽ കുമാരസ്വാമിയും പരാജയം പറഞ്ഞു. സിദ്ധരാമയ്യ വരുണയിൽ നിന്നും DK ശിവകുമാർ കനകപുരയിൽ നിന്നും ജയിച്ചു കയറി. 1,20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് DK ശിവകുമാറിന്റെ ജയം. അതേസമയം BJP-യിൽ നിന്നെത്തിയ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടാർ സിറ്റിംഗ് സീറ്റായ ഹുബളി ധാർവാഡ് സെൻട്രലിൽ പരാജയം അറിഞ്ഞപ്പോൾ ലക്ഷ്മൺ സവദി അത്തനി മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു. മേൽക്കോട്ട് മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് പിന്തുണയോടെ ജയിച്ച ദർശൻ പുട്ടണ്ണ കൂടി പിന്തുണ അറിയിച്ചതോടെ സഭയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം 137 ആയി. വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു കർണാടകത്തിൽ നിന്നും. മനു, എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനും മുകളിലേക്കുള്ള ഒരു വിജയം നേടിക്കൊണ്ട് കോൺഗ്രസ് ഒരു ജയം നേടുന്നതിനപ്പുറത്തേക്ക് BJP ദക്ഷിണേന്ത്യ വിടുക എന്നുള്ള ഒരു സ്ഥിതിഗതിയിലേക്ക് കൂടി കാര്യങ്ങൾ മാറുകയും ചെയ്തിരിക്കുന്നു. അത്യന്തം ആവേശകരമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ അതേത് രീതിയിലേക്ക് സീറ്റ് നിലകൾ വന്നു? വിവരങ്ങൾ. കോൺഗ്രസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. കർണാടകം തൂത്തുവാരും എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കും എന്ന് DK ശിവകുമാർ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ വാക്കുകൾ സത്യമായിരിക്കുന്നു. തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നപ്പോൾ 136 കോൺഗ്രസ് മുന്നിട്ട് നിൽക്കുന്നു. 2 ഇടങ്ങളിൽ നിന്ന് ഉള്ള MLA-മാർ കൂടി കോൺഗ്രസിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ദർശൻ പുത്തന്നിയ അദ്ദേഹം മേലേക്കോട്ട് മണ്ഡലത്തിൽ നിന്നാണ് ജയിച്ചത്. സർവോദയ കർണാടക പക്ഷയുടെ സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ചത്. പക്ഷേ നേരത്തെ തന്നെ കോൺഗ്രസുമായി ഐക്യപ്പെട്ടാണ് അദ്ദേഹം നിലയുറപ്പിച്ചിരുന്നത്. ആ പിന്തുണ കിട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പുട്ടുസ്വാമി ഗൗഡ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗൗരിബിദാനൂറിൽ നിന്ന് ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് പുട്ടുസ്വാമി ഗൗഡ. അപ്പോൾ കോൺഗ്രസിൻ്റെ പിന്തുണ 138 ഉയർന്നിരിക്കുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം ഇത്ര വലിയൊരു പരാജയം BJP പ്രതീക്ഷിച്ചു കാണില്ല. പ്രമുഖർ പലരും തോറ്റു. BJP-യുടെ ഗതാഗത മന്ത്രിയായിരുന്ന ശ്രീരാമുലു തോറ്റിരിക്കുന്നു. ഒപ്പം BJP-യുടെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യ പ്രചാരകനും അതുപോലെ BJP-യെ മുന്നിൽ നിന്ന് നയിച്ച സോമണ്ണയും പരാജയപ്പെട്ടിരിക്കുന്നു. 12 മന്ത്രിമാർ, കഴിഞ്ഞ നിയമസഭയിൽ ഉണ്ടായിരുന്ന 12 മന്ത്രിമാർ പരാജയപ്പെട്ടു എന്നത് BJP-ക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചിരിക്കുന്നു. അതേസമയം ജനതാദളിനും പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിഞ്ഞില്ല. കർണാടകത്തിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം മുതലാക്കി നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന ഒരു നിലപാടായിരുന്നു കുമാരസ്വാമിക്കുണ്ടായിരുന്നത്. പക്ഷേ ആ
സ്വപ്നങ്ങൾ പൊലിഞ്ഞു എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമി പരാജയപ്പെട്ടതും പാർട്ടിക്ക് ഒരു ആഘാതമായി. ഈ ലിംഗായത്തുകൾ എല്ലാ കാലത്തും BJPയെ സപ്പോർട്ട് ചെയ്യും എന്ന പിന്തുണ നൽകും എന്ന ഒരു പ്രതീക്ഷയാണ് പാർട്ടിക്കുണ്ടായിരുന്നത്. ആ നീക്കവും ആ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. ലിംഗായത്തുകളുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നതാണ് അവർ പ്രത്യേകിച്ച് ഈ നോർത്തേൺ കർണാടകയിൽ നേരിട്ട വലിയ പ്രശ്നം. അഴിമതിയെ സംബന്ധിച്ചുള്ള ആരോപണം ശക്തമായി വോട്ടർമാർക്കിടയിൽ സ്വാധീനം ചെലുത്തി എന്ന് വേണം കരുതാൻ. കാരണം അഴിമതി വിരുദ്ധ തരംഗം കർണാടകയിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. ആ നീക്കം വിജയിച്ചിരിക്കുന്നു. അഴിമതി വിരുദ്ധ തരംഗം അലയടിച്ചതിൻ്റെ ഭാഗമായാണ് തങ്ങൾക്ക് വിജയമുറപ്പിക്കാൻ കഴിഞ്ഞതെന്നാണ് കോൺഗ്രസ് ഈ ജയത്തിന് ശേഷവും വ്യക്തമാക്കുന്നത്. നാളെ പാർലമെൻ്ററി പാർട്ടി ചേരും. 5:30-ക്കായിരിക്കും പാർലമെൻ്ററി പാർട്ടി ചേരുക. തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആര് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അത് സിദ്ധരാമയ്യ തന്നെയായിരിക്കും കർണാടകയുടെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പക്ഷത്തു നിന്ന് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ DK ശിവകുമാറിന് എന്ത് സ്ഥാനം നൽകും എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമാകുന്നു. ഒക്കലിംഗകൾ അവർക്ക് കൂടി വലിയ ഒരു അവർ കോൺഗ്രസിന് വലിയ പിന്തുണ നൽകിയ സാഹചര്യത്തിൽ അവരെ കൂടി വിശ്വാസത്തിലെടുക്കുന്ന ഒരു മന്ത്രിസഭയായിരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ് അംഗീകരിക്കും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ മന്ത്രിസഭ രൂപീകരണം എത്തരത്തിലായിരിക്കും എന്നത് എല്ലാവരും സഗൗരവത്തോടെ ഉറ്റുനോക്കുന്നു. ജനതാദളിൻ്റെ ഒരു പ്രാധാന്യം കർണാടക രാഷ്ട്രീയത്തിൽ കുറയുന്നു, മങ്ങുന്നു എന്നതിൻ്റെ സൂചനകളാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു കർണാടകം. അവിടെ BJP പരാജയപ്പെട്ടു എന്നത് വലിയ ആഘാതം സൃഷ്ടിക്കുന്നു. കോൺഗ്രസ് മുക്ത് ഭാരത് എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്ന BJP മുക്ത് ദക്ഷിണേന്ത്യ എന്ന സാഹചര്യം സൃഷ്ടിച്ചത് രാഷ്ട്രീയപരമായി അവരെ വളർത്തും. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് തെറ്റുകൾ തിരുത്തി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ കരുത്തോടെ വരാനുള്ള ഒരു നീക്കം BJP നടത്തും എന്നാണ് അവരും വ്യക്തമാക്കുന്നത്. ഏതായാലും BJPയുടെ കേന്ദ്ര നേതൃത്വം ഇത് സംബന്ധിച്ച് ഉള്ള പ്രതികരണങ്ങൾ എങ്ങനെ എന്നതാണ് ഇനി ഗൗരവത്തോടെ നാം നോക്കിക്കാണേണ്ടത്. കർണാടകത്തിൽ കോസ്റ്റൽ കർണാടകയെ ഒഴിച്ചു നിർത്തിയ തീരദേശ കർണാടകയെ ഒഴിച്ചു നിർത്തിയാൽ മറ്റിടങ്ങളിൽ പ്രത്യേകിച്ച് സെൻട്രൽ കർണാടക, അതുപോലെ കിട്ടൂർ കർണാടക, മുംബൈ കർണാടക തുടങ്ങിയ മേഖലകളിൽ എല്ലാം കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. ജനതാദളിൻ്റെ കോട്ടയായ ഓൾഡ് മൈസൂറിൽ പോലും കടന്നു കയറി അവിടെ വിള്ളലുകൾ സൃഷ്ടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു എന്നത് ഇനി വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കൂടുതൽ ഉത്സാഹവും കരുത്തും പകരും. മനു, തോൽവി പരിശോധിക്കാൻ BJP, ജയം കൂടുതൽ വിലയിരുത്താനും അത് ഊർജമാകാനും കോൺഗ്രസ്. ആ സമയത്ത് കിങ് മേക്കർ അല്ല കിങ് തന്നെ ആകുമെന്ന് സ്വയം പ്രവചിച്ചിരുന്ന JDSന് പറ്റിയ ഒരു വീഴ്ച, അല്ലെങ്കിൽ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ഉയരാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യം, അതുകൂടി കർണാടകത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ ഏത് രീതിയിൽ നോക്കിക്കാണണം? JDS പാളയം അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? JDSനെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയായിരുന്നു JDS എന്ന ഒരു അവകാശവാദം അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഒക്കലിംഗകൾക്കിടയിലുള്ള വലിയ പിന്തുണയും അവർ ഒരു മുതൽക്കൂട്ടായി കരുതിയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അത് ദേവഗൗഡയ്ക്ക് നൽകിയൊരു പിന്തുണയാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. കുമാരസ്വാമിയോ HD രേവണ്ണിയോ ഒന്നും അത്ര കണ്ട് ഈ സമുദായങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഈ ഓൾഡ് മൈസൂരുവിൽ അവരുടെ അത്ര കണ്ട് ഈ ഒക്കലിംഗകളുടെ പിന്തുണ പറ്റുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. അതേസമയം വളരെ കൃത്യമായ നിലപാടുകളോടെ കർണാടകം വോട്ട് ചെയ്തു എന്ന അഭിപ്രായം പല നിരീക്ഷകരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ജഗദീഷ് ഷട്ടാറിന് ലിംഗായത്തുകളുടെ വലിയ പിന്തുണയുണ്ടെന്നൊരു അവകാശവാദം ഉണ്ടായിരുന്നു. അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിലേക്ക് പോകുമ്പോൾ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയുമുണ്ടായിരുന്നു. പക്ഷേ ജഗദീഷ് ഷട്ടാർ എന്ന വൻമരം വീണിരിക്കുന്നു. ഒപ്പം തന്നെ BJPയുടെ പ്രമുഖരായിരുന്ന ശ്രീരാമലുവും അതുപോലെ സോമണ്ണയും ഉൾപ്പെടെ 12 മന്ത്രിമാരും പരാജയപ്പെട്ടിരിക്കുന്നു. നിഖിൽ കുമാരസ്വാമി പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ കർണാടക തെരഞ്ഞെടുപ്പ് അപ്രതീക്ഷിത ആഘാതങ്ങൾ പലർക്കും ഏൽപ്പിച്ചു. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്സാഹം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര കടന്നുപോയ മേഖലകളിലെല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മുന്നേറ്റം നടത്തി എന്നതും രാഹുൽ ഗാന്ധിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം കർണാടകക്കാരനാണ്. സ്വന്തം സംസ്ഥാനത്ത് പരാജയം ഏറ്റുവാങ്ങാൻ ഒരുപക്ഷെ ഖാർഗെ ഒട്ടും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഈ വിജയം മല്ലികാർജുന ഖാർഗെക്ക് കൂടി വലിയ കരുത്താണ് പകരുന്നത്. DK ശിവകുമാർ എന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിനെ ഒരു
പിന്നോക്കാവസ്ഥയിൽ നിന്ന് ശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിനും നടത്തിയ പ്രയത്നങ്ങൾ വലിയ തോതിൽ പാർട്ടി നേതൃത്വവും അതുപോലെ അണികൾക്കിടയിലും അദ്ദേഹത്തിന് അഭിനന്ദനം പ്രവാഹമാണ്. അങ്ങനെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. അതേസമയം ഇനി പരാജയം പരിശോധിച്ച് BJPക്ക് മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ദളിത് വോട്ടുകൾ വിള്ളലുണ്ടാക്കാനൊക്കെ BJP മനു ഭരതാണ് കർണാടകത്തിൽ നിന്ന് വിലയിരുത്തലുകൾ നടത്തിയത്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളും വിശകലനങ്ങളിലേക്കും വരാം ഇടവേളയ്ക്ക് ശേഷം. മേഖല തിരിച്ചുള്ള വിശകലനവുമായി R കിരൺ ബാബുവിന്റെ റിപ്പോർട്ട് കാണാം ഇനി. നമസ്കാരം. കർണാടകയിൽ കോൺഗ്രസിന്റെ അത്യുജ്വല വിജയം, BJPയുടെ ദയനീയ പരാജയം. നമുക്ക് കണക്കുകൾ പരിശോധിക്കാം. നിലവിലെ സീറ്റ് അവസ്ഥ: കോൺഗ്രസ് 136, കഴിഞ്ഞ തവണത്തേക്കാൾ 56 സീറ്റുകൾ അധികം നേടി. BJP 65, കഴിഞ്ഞ തവണത്തേക്കാൾ BJPക്ക് നഷ്ടമായത് 39 സീറ്റുകൾ. JDS 19, JDSന് നഷ്ടമായത് 18 സീറ്റുകൾ. മറ്റുള്ളവർ 4 സീറ്റിലേക്കാണ് വന്നത്. കഴിഞ്ഞ തവണ 3 സീറ്റായിരുന്നു. പ്രധാനമായും കോൺഗ്രസ് വിജയത്തിന് ആധാരമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് വിജയം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഗ്രാമങ്ങളിലേക്കാണ് കോൺഗ്രസ് ഇറങ്ങിച്ചെന്നത്. ആ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നതിൻ്റെ പ്രയോജനം ഇത്തവണ കോൺഗ്രസിനുണ്ടായി. എങ്ങനെയാണ് ഗ്രാമീണ കർണാടക ഈ ഇലക്ഷനോട് പ്രതികരിച്ചതെന്ന് നമുക്ക് പരിശോധിക്കാം. ഇതാണ് ഗ്രാമീണ കർണാടകയുടെ ചിത്രം. 86 സീറ്റുകൾ, 224ൽ 134 സീറ്റുകളാണ് ഗ്രാമീണ മേഖലയിലുള്ളത്. അതിൽ 86 സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 42 സീറ്റാണ് കോൺഗ്രസ് അധികമായി നേടിയത്. BJP 30 സീറ്റുകൾ കുറഞ്ഞ് 29 സീറ്റിലേക്ക് ഇറങ്ങേണ്ടി വന്നു. JDSന് 13 സീറ്റുകൾ കുറഞ്ഞ് 16 സീറ്റിലേക്ക് വരേണ്ടി വന്നു. ഇതാണ് ചിത്രം. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മോഡിയും അമിത്ഷായും ഒക്കെ വലിയ റോഡ് ഷോ നടത്തിയപ്പോൾ കോൺഗ്രസ് ചെയ്തത് സാധാരണ ജനങ്ങളിലേക്ക്, ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, അവരുടെ ജീവിത ദുരിതങ്ങളെക്കുറിച്ച് പറയുക. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ പാചകവാതകത്തിൻ്റെ വിലവർധനയെക്കുറിച്ച് പ്രധാന ആയുധമാക്കി മുന്നോട്ട് ഉയർത്തി കാണിച്ചത്. ജീവിത ചെലവ് ഉയരുന്നതിനെക്കുറിച്ച്, വൈദ്യുതിയുടെ നിരക്ക് വർധനയെക്കുറിച്ച് പ്രധാന പ്രചരണായുധമായി ഉയർത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് കോൺഗ്രസ് 2013 ജയിച്ച കാലത്തേക്കാൾ മികച്ച വിജയമാണ് ഗ്രാമീണ മേഖലയിൽ നേടിയത്. അന്ന് കോൺഗ്രസ് നേടിയപ്പോൾ 71 സീറ്റ് നേടാൻ മാത്രമേ കോൺഗ്രസിന് കഴിഞ്ഞുള്ളൂ. അത് 2018 എത്തിയപ്പോഴേക്ക് ഗ്രാമീണ മേഖലയിലെ സീറ്റ് 44 കുറഞ്ഞിരുന്നു. അന്ന് BJPക്കാണ് 59 സീറ്റ് കിട്ടിയത്. 2023 2013 വലിയ വിക്ടറിയാണ്, 86 സീറ്റുകൾ. പക്ഷേ ഗ്രാമീണ മേഖല ഈ തരത്തിൽ കോൺഗ്രസിന് അനുകൂലമായി നിന്നപ്പോൾ BJPക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരു ഘടകമായത് അവിടെ നഗരമേഖലകളാണ്. നഗരമേഖലകളിൽ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നല്ല, കാര്യമായ മുന്നേറ്റം നഗരമേഖലകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ചിത്രം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇതാണ് അർബൻ സീറ്റുകളാണ്. അർബൻ സീറ്റുകളിലെ ചിത്രം 2023 ചിത്രം ഇതാണ്. കോൺഗ്രസ് 4 സീറ്റുകൾ മാത്രമാണ് അധികമായി കോൺഗ്രസിന് അർബൻ മേഖലയിൽ നഗരവാസികളിൽ നിന്ന് അധികമായി നേടിയെടുക്കാൻ കഴിഞ്ഞത്. BJPക്ക് ആകെ 2 സീറ്റ് മാത്രമാണ് ഈ മേഖലയിൽ കുറഞ്ഞത്. പരമ്പരാഗത കോൺഗ്രസിൻ്റെ ശക്തി മേഖലയിലൊക്കെ കോൺഗ്രസിനും BJPയുടെ ശക്തി മേഖലയിൽ BJPക്കും കിട്ടിയിട്ടുണ്ട്. 2-4 എന്ന് പറയുന്നത് ഒരു കാര്യമായ വ്യത്യാസമല്ല. JDSനുണ്ടായിരുന്ന നഗരത്തിലെ 2 സീറ്റ് കൂടി നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷേ ഗ്രാമീണ മേഖലയിലെ ചിത്രം ഇങ്ങനെയല്ല, തികച്ചും വ്യത്യസ്തമായ ചിത്രമാണ്. ഇനി നമുക്ക് മേഖലകൾ തിരിച്ച് ഏതെല്ലാം മേഖലകളാണ് കോൺഗ്രസിനെയും BJPയെയും സഹായിച്ചത്, കോൺഗ്രസിന്റെയും BJPയുടെയും പ്രധാനപ്പെട്ട മേഖലകൾ ഏതെല്ലാമാണ്, ഇക്കുറി ഇരുവരെയും കൈവിട്ട മേഖലകൾ ഏതെല്ലാം? 6 മേഖലകളായിട്ടാണ് സാധാരണഗതിയിൽ കർണാടകയെ തിരിക്കുന്നത്. ഒന്ന് ബാംഗ്ലൂരു മേഖല, 2 സെൻട്രൽ കർണാടക, മറ്റേത് കോസ്റ്റൽ കർണാടക. സെൻട്രൽ കർണാടകയും കോസ്റ്റൽ കർണാടകയും എന്ന് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ BJP ബെൽറ്റാണ്. കർണാടകയുടെ ഏകദേശം ഒരു പകുതിയിൽ നിന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് വരുന്ന ഭാഗമാണ്. അത് BJPയുടെ ബെൽറ്റ്. കഴിഞ്ഞ തവണത്തെ ചിത്രം ഞാൻ പിന്നീട് കാണിക്കാം. ആ ചിത്രത്തിലൊക്കെ കാവി പുതച്ചു നിൽക്കുകയാണ്. നീല കളറിൽ കാണുന്നത് കോൺഗ്രസിൻ്റെതാണ്. കല്യാൺ കർണാടക എന്ന് പറഞ്ഞാൽ പഴയ ഹൈദരാബാദിനോട് ചേർന്ന് കിടക്കുന്നത്. കിട്ടൂർ കർണാടക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുംബൈ കർണാടക എന്നറിയപ്പെടുന്ന ഭാഗം. ഈ മുംബൈ കർണാടകയിലും ഈ ഉത്തര ഭാഗത്ത് നിൽക്കുന്ന മുംബൈ കർണാടക, വടക്ക് ഭാഗത്ത് നിൽക്കുന്ന കർണാടക, അവിടെയും BJPയുടെ വലിയൊരു ശക്തി കേന്ദ്രമായിരുന്നു. ആ ശക്തി കേന്ദ്രത്തിലേക്കും ഇത്തവണ കയറാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത ഈ സദേൺ കർണാടകയാണ്. സദേൺ കർണാടക, ദക്ഷിണ കർണാടകയിൽ കോൺഗ്രസിന് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത്. ദക്ഷിണ കർണാടകയിൽ നിന്ന് കോൺഗ്രസ് പ്രധാനമായും JDSൻ്റെ സീറ്റുകൾ പിടിച്ചെടുത്തു. സെൻട്രൽ കർണാടകയിൽ നിന്നും BJPയുടെ സീറ്റുകൾ പിടിച്ചെടുത്തു.
മുംബൈ കർണാടകയിൽ നിന്നും BJPയുടെ സീറ്റുകൾ പിടിച്ചെടുത്തു. ഈ 3 മേഖലയിലാണ് ഏറ്റവും വലിയ വ്യത്യാസമുണ്ടായത്. മറ്റ് 3 മേഖല തീരെ കർണാടകയിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരു പരിധിവരെ BJPക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പിന്നീട് ബാംഗ്ലൂർ മേഖലയിലും BJPക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായി BJPക്ക് പരിക്കുണ്ടാവായിരുന്നത് തീരദേശത്ത് കാര്യമായ പരിക്കുകളില്ലാതെ BJPക്ക് പിടിച്ചു. നമുക്ക് ഓരോ മേഖലയായി പരിശോധിക്കാം. ഇത് ബംഗളൂരു മേഖലയാണ്. ബംഗളൂരു മേഖല പരിശോധിച്ചാൽ ബാംഗ്ലൂരു മേഖലയിലെ BJPക്ക് 5 സീറ്റ് അധികമായി നേടാൻ കഴിഞ്ഞു. കോൺഗ്രസിന് അവിടെ 1 സീറ്റ് നഷ്ടമാണ് ഉണ്ടായത്. JDSന്റെ 4 സീറ്റ് ഉണ്ടായത് കൂടി നഷ്ടപ്പെട്ടു. ആ JDSന്റെ സീറ്റ് കിട്ടിയത് BJPക്കാണ് കിട്ടിയത്. കോൺഗ്രസിന് 1 സീറ്റ് നഷ്ടപ്പെടുക മാത്രമാണ്. ബാക്കി എല്ലാ 5 മേഖലയിലും കോൺഗ്രസിന്റെ സീറ്റ് കൂടുകയായിരുന്നു. ബാക്കി 5 മേഖലയിലും BJPയുടെ സീറ്റ് കുറയുക കൂടിയായിരുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട റീജിയൻ സെൻട്രൽ കർണാടകയാണ്. സെൻട്രൽ കർണാടക എന്ന് പറയുന്നത് എല്ലാ കാലത്തും BJPയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ്. BJP ഇതാണ് സെൻട്രൽ കർണാടക മേഖല എന്ന് പറയുന്നത്. ഈ മേഖലയിൽ കോൺഗ്രസ് 14 സീറ്റ് അധികം വാങ്ങി 19 സീറ്റിലേക്കാണ് ഉയർന്നത്. BJPക്ക് നഷ്ടം 15 സീറ്റുകളാണ്. സെൻട്രൽ കർണാടകയിൽ ഒരു വലിയ മുന്നേറ്റമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയത്. അത് നേരിട്ട് BJPയുമായി ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. JDSന് സെൻട്രൽ കർണാടകയിൽ ഇത്തവണ 1 സീറ്റ് കിട്ടി. അവർക്ക് കഴിഞ്ഞ തവണ 1 സീറ്റ് പോലും ഇല്ലായിരുന്നു. അവിടെ കഴിഞ്ഞ തവണത്തെ ചിത്രം ഒന്ന് ചിത്രം കാണിച്ചാൽ അത് കംപ്ലീറ്റ് കാവിയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സെൻട്രൽ കർണാടക ആയിരുന്നു. മധ്യ കർണാടക കാവിയിൽ നിറഞ്ഞു നിന്ന സ്ഥലത്ത് നിന്നാണ് ഇത്തവണത്തെ ഈ നീലയിലേക്ക് പെട്ടെന്ന് നിറം മാറ്റം മുഴുവൻ നീല പെയിൻ്റ് അടിച്ചെടുക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് കോസ്റ്റൽ കർണാടകയാണ്. കോസ്റ്റൽ കർണാടകയുടെ ചിത്രം പരിശോധിച്ചാൽ BJPക്ക് കാര്യമായ പരിക്കില്ലാതെ ഇത്തവണ നിൽക്കാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ് കോസ്റ്റൽ കർണാടക. കോസ്റ്റൽ കർണാടകയിൽ BJPക്ക് 1 സീറ്റ് മാത്രമാണ് കുറഞ്ഞത്. പക്ഷേ അപ്പോൾ ആകെ മെജോറിറ്റി നോക്കുമ്പോൾ BJPക്ക് അവിടെ 11 സീറ്റുണ്ട്. കോൺഗ്രസിന് 2 സീറ്റുകളാണുള്ളത്. ഇത് 2018 കണക്കുകൾ കൂടി പരിശോധിച്ചാൽ അന്ന് കോൺഗ്രസിന് 1 സീറ്റായിരുന്നു. അതിപ്പോൾ 2 സീറ്റാക്കി ഉയർത്താൻ മാത്രമേ കോൺഗ്രസ് കഴിഞ്ഞുള്ളൂ. അവിടെ BJPക്ക് നഷ്ടമുണ്ടായെങ്കിലും അതൊരു നഷ്ടമായി കണക്കാക്കേണ്ടല്ലോ. ഒറ്റ സീറ്റിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് BJPക്ക് 11 ഇത് 2 എന്നുള്ള വ്യത്യാസത്തിലേക്ക് മാറിയത്. ഈ 2 സ്ഥലങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കോസ്റ്റൽ കർണാടകയും സെൻട്രൽ കർണാടകയും കൂടെ ചേർന്ന് കഴിഞ്ഞുള്ള ചിത്രം പരിശോധിച്ചാൽ കുറേ കൂടി വ്യക്തമാവും. ഈ ചിത്രത്തിൽ BJPക്ക് 2018 32 സീറ്റും കോൺഗ്രസിന് 6 സീറ്റുകൾ മാത്രമായിരുന്നു. തീരദേശ കർണാടകയും മധ്യ കർണാടകയും കൂടെ ചേരുന്ന ഭാഗം. അത് 2023 ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്ക് കോൺഗ്രസിന് 15 സീറ്റുകളാണ് ഈ മേഖലയിൽ നിന്ന്, ഈ പടിഞ്ഞാറ് മുതൽ കിഴക്ക് വരെ വരുന്ന ഈ മേഖലയിൽ നിന്ന് കോൺഗ്രസിന് അധികമായി കിട്ടിയത് 15 സീറ്റുകളാണ്. BJPക്ക് നഷ്ടമായത് 16 സീറ്റുകളാണ്. 32 സീറ്റ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്നാണ് BJP 16 സീറ്റിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ മേഖല സെൻട്രൽ കർണാടകയിലെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായതോടുകൂടിയാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റത്തോടു കൂടിയാണ് BJP തകർച്ചയിലേക്ക് പോയത്. മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലം കല്യാൺ കർണാടകയാണ്. ഹൈദരാബാദ് കർണാടക എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഹൈദരാബാദ് കർണാടകയിലും കോൺഗ്രസിന് 5 സീറ്റുകൾ. നേരത്തെ തന്നെ ഹൈദരാബാദ് കർണാടക കോൺഗ്രസിൻ്റെ ഒരു സ്ട്രോങ് ഹോൾഡ് സ്ഥലമാണ്. കോൺഗ്രസിനെ എല്ലാ കാലത്തും ശക്തമായി തന്നെ പിന്തുണങ്ങിയ സ്ഥലമാണ്. അവിടെ കാര്യമായ മുന്നേറ്റം കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല. 5 സീറ്റുകൾ അധികം കിട്ടി. BJPയുടെ ഒരു 6 സീറ്റ് കുറഞ്ഞു. JDSന് 1 സീറ്റ് കുറഞ്ഞു. അങ്ങനെ കാര്യമായൊരു വ്യത്യാസം ആ മേഖലയിൽ പറയാനില്ല. പിന്നീട് ഏറ്റവും പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മേഖല ഈ കിട്ടൂർ കർണാടക എന്ന് പറയുന്ന മുംബൈയോട് ചേർന്ന് കിടക്കുന്ന മുംബൈ കർണാടക മേഖലയാണ്. ആ മേഖലയാണ് ഏറ്റവും കൂടുതൽ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായത്. DK ശിവകുമാറും അതോടൊപ്പം തന്നെ സിദ്ധരാമയ്യൊക്കെ കേന്ദ്രീകരിച്ച് നിന്നത് ഉത്തര കർണാടകയിലാണ്. അവർ കേന്ദ്രീകരിച്ച് നിന്ന് വലിയ പ്രചരണമാണ് സിദ്ധരാമയ്യക്കെല്ലാം നടത്തിയത്. ആ പ്രചരണത്തിൻ്റെ ഫലം ഉണ്ടായിരിക്കുന്നു. അവിടുത്തെ ഫലമാണ് 37 സീറ്റാണ് കോൺഗ്രസിന്, 18 സീറ്റാണ് അധികമായി കോൺഗ്രസിന് നേടാനായത്. BJPക്ക് 16 സീറ്റ് ഈ മേഖലയിൽ നഷ്ടമായി. അപ്പോൾ ഈ മുംബൈ കന്നഡയിൽ നിന്നാണ് ഇത്രയധികം സീറ്റുകൾ നഷ്ടമായത്. ഇനി സദേൺ കർണാടകയാണ്. സദേൺ കർണാടകയുടെ ചിത്രം പരിശോധിച്ചാൽ JDSനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തി കേന്ദ്രം JDSൻ്റെ ഈ മൈസൂർ മേഖലയൊക്കെ വരുന്ന സ്ഥലം സദേൺ കർണാടകയാണ്. ഇപ്പോഴും മൈസൂർ നഗരത്തിൻ്റെ ചിത്രമാണ്. നഗരം ഇപ്പോഴും പച്ച കളറിൽ തന്നെയാണ് അത്. പക്ഷേ അവിടെ 4 സീറ്റുകൾ മാത്രമാണുള്ളത്. 4 സീറ്റിൽ ജയിച്ചതിനപ്പുറത്തേക്ക് അവിടെയും ഇടയ്ക്ക് BJPക്കും കോൺഗ്രസിനും ഓരോ സീറ്റ് പോയിട്ടുമുണ്ട്. എന്നാലും മേജർ സ്ഥലം കിട്ടിയതിനപ്പുറത്തേക്ക് അവർക്ക് കാര്യമായ നേട്ടം ഈ സദേൺ കർണാടകയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ JDSൻ്റെ സീറ്റാണ് പിടിച്ചു വാങ്ങിയത് കോൺഗ്രസ്. 36 സീറ്റുകളാണ് നേടിയത്. ഇവിടെ ഈ ഒക്കലിക ഒരു കൺസോളിഡേഷനൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒക്കലിക വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. ഒക്കലിക വിഭാഗം എല്ലാ കാലത്തും JDSനൊപ്പം നിൽക്കുന്ന വിഭാഗമാണ്. അവിടെയാണ് DK ശിവകുമാർ എന്ന ഒക്കലിക വിഭാഗത്തിലെ ഒരു പ്രധാന നേതാവ് വരുന്നു. ആ നേതാവ് വരുമ്പോൾ അതിലേക്ക് വോട്ട് ബാങ്ക് മാറുന്നു എന്നുള്ളതാണ്. 19 സീറ്റാണ് അധികമായി നേടിയത്. JDSന് നഷ്ടം 13 സീറ്റ്. ഈ 19ൽ 13 സീറ്റും JDSൻ്റെതാണ്. BJPക്ക് അവിടെ 6 സീറ്റാണ് നഷ്ടം. ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ഇവിടെ JDSനാണ്. JDSൻ്റെ 2018 കണക്ക് കാണിക്കാം. ഈ പച്ച ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ പച്ച നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇത്തവണ അത് നീല കളറിലേക്ക് പെട്ടെന്ന് തന്നെ നീല കളറിലേക്ക് മാറുന്നത്, നീലയ്ക്ക് ആധിപത്യം വരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്.
പ്രധാനമായും ഈ 6 റീജിയണുകളുടെ ചിത്രം ഇതാണ്. പിന്നീട് കർണാടകയെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അവിടുത്തെ ജാതി സമവാക്യങ്ങളാണ്. നമ്മൾ ഗ്രാമ നഗര വ്യത്യാസം പറഞ്ഞു, റീജിയണുകളുടെ വ്യത്യാസം പറഞ്ഞു, ഇനി ജാതി സമവാക്യങ്ങളാണ്. ജാതി സമവാക്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 ജാതി വിഭാഗങ്ങളാണ് കർണാടകയിലുള്ളത്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ജാതി വിഭാഗം ലിംഗായത്ത് വോട്ടാണ്. ലിംഗായത്ത് ഡോമിനേറ്റഡ് ആയിട്ട് എത്ര മണ്ഡലങ്ങളുണ്ട്, അവിടെ എങ്ങനെയാണ് സ്വാധീനം എന്ന് നോക്കാം. ഇതാണ് ലിംഗായത്ത് ഡോമിനേറ്റഡ് മണ്ഡലങ്ങൾ. ലിംഗായത്ത് ഓവറോൾ ലിംഗായത്ത് ഡോമിനേറ്റഡ് മണ്ഡലങ്ങൾ 224 67 മണ്ഡലങ്ങൾ. ലിംഗായത്തുകളുടെ വോട്ട് എങ്ങോട്ട് പോകുന്നു എന്നതിനെ ആശ്രയിച്ച് മാത്രമാണ് അവിടെ വിജയം ഇരിക്കുന്നത്. ലിംഗായത്തുകൾ മറ്റ് മണ്ഡലങ്ങളില്ല എന്നല്ല, ഏറ്റവും നിർണായക ശക്തിയായിട്ടുള്ളത് 67 മണ്ഡലങ്ങളാണ്. ആ 67 മണ്ഡലങ്ങളിൽ 42 സ്ഥലത്തും ജയിച്ചത് കോൺഗ്രസ് ആണ്. ലിംഗായത്തുകൾ കോൺഗ്രസിൽ നിന്ന് അകന്നിട്ട് 1-2 പതിറ്റാണ്ടായി എന്ന് ആലോചിക്കണം. ലിംഗായത്തുകളുടെ ഏറ്റവും വലിയ നേതാവായി യെദ്യൂരപ്പ അവിടെ മുഖ്യമന്ത്രി ആയതാണ്. ഇനിയിപ്പോൾ അവർ സ്വാഭാവികമായും അത്തരമൊരു BJPക്ക് വേണ്ടിയുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് കാണാൻ തയ്യാറില്ല, അല്ലെങ്കിൽ BJPക്ക് ഒരു വോട്ട് ബാങ്കായി നിൽക്കാൻ തയ്യാറില്ല എന്നതുകൂടിയാണ് അവർ നൽകുന്ന ഒരു കൃത്യമായ സന്ദേശം. ഷട്ടറിനെയൊക്കെ ഒഴിവാക്കിയതും ഒക്കെ അവർക്ക് സാവധി ഒഴിവാക്കിയതും എല്ലാം ചിലപ്പോൾ ബാധിച്ചു കാണും. എന്തായാലും ലിംഗായത്ത് വോട്ട് ബാങ്കിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. 22 സീറ്റുകൾ അധികമായി കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നു. BJPക്ക് നഷ്ടം 20 സീറ്റുകളാണ്. അതാണ് ലിംഗായത്ത് വോട്ട് ബാങ്കിലെ ഏറ്റവും വലിയൊരു വ്യത്യാസം. അവിടുത്തെ ഒരു പ്രബല വിഭാഗം കോൺഗ്രസിനൊപ്പം ചേർന്നിരിക്കുന്നതാണ്. നേരത്തെ തന്നെ വീരശൈവ ലിംഗായത്തുകളുടെ ഇലക്ഷന് 2 ദിവസം മുമ്പ് അതിലൊരു പിന്തുണ പ്രഖ്യാപനം അടക്കമുണ്ടായിരുന്നു. ലിംഗായത്തുകളുടെ വോട്ടുറപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം 2 പാർട്ടികൾ നടത്തി. പക്ഷേ കോൺഗ്രസ് താഴെ കൂടി ശ്രമം നടത്തി, BJP മുകളിൽ കൂടി ശ്രമം നടത്തി. പക്ഷേ കോൺഗ്രസിനൊപ്പമാണ് ഇത്തവണ നിന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗം എന്ന് പറയുന്നത് ലിംഗായത്തുകൾ കഴിഞ്ഞാൽ വൊക്കലിക വിഭാഗമാണ്. വൊക്കലിക വിഭാഗത്തിൻ്റെ ഡോമിനേറ്റഡ് സ്ഥലങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. വൊക്കലിക വിഭാഗത്തിൻ്റെ ഡോമിനേറ്റഡ് സ്ഥലങ്ങൾ പരിശോധിച്ചാൽ 38 സീറ്റുകളിലാണ് വൊക്കലിക വിഭാഗം നേരത്തെ പറഞ്ഞു JDSന് പിന്തുണ നൽകുന്നൊരു വിഭാഗം കൂടിയാണ്. കർഷകർക്കൊപ്പം വൊക്കലിക വിഭാഗം കൂടി ചേർന്നാണ് JDSൻ്റെ ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അത് 19 സീറ്റുണ്ട്. 19 സീറ്റിൽ 11 സീറ്റ് ലഭിച്ചത് കോൺഗ്രസിനാണ്. അവിടെ നഷ്ടമുണ്ടായത് BJPക്ക് അല്ല. BJPക്ക് 9 സീറ്റ്. വൊക്കലികർ ഇടയ്ക്ക് BJPക്ക് എത്ര സ്വാധീനം ഉണ്ടായിരുന്നു, ആ സ്വാധീനം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ഇപ്പോഴുമുണ്ട്. അതിന് നഷ്ടമുണ്ടായിട്ടില്ല. അവിടെ നഷ്ടമുണ്ടായത് JDSനാണ്. JDSന് 12 സീറ്റാണ് ഈ വിഭാഗത്തിൽ നിന്ന് നഷ്ടമായിരിക്കുന്നത്. ആ ഒക്കലിക വിഭാഗത്തിലേക്കും ലിംഗായത്ത് വിഭാഗത്തിലേക്കും വലിയൊരു മുന്നേറ്റം. ഒക്കലിക വിഭാഗത്തിൻ്റെ വോട്ട് JDSൽ നിന്ന് കോൺഗ്രസ് പിടിച്ചു, ലിംഗായത്ത് വിഭാഗത്തിൻ്റെ വോട്ട് BJPയിൽ നിന്ന് കോൺഗ്രസ് പിടിച്ചു. ഇതാണ് 2 പ്രധാനപ്പെട്ട ജാതികൾ സംബന്ധിച്ച വിഷയം. ഇനി നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് ഈ SC ST റിസർവ്ഡ് ദളിത് ഡോമിനേറ്റഡ് മണ്ഡലങ്ങളാണ്. ദളിത് ഡോമിനേറ്റഡ് മണ്ഡലങ്ങളിലെ അവസ്ഥ കൂടി നമുക്ക് നോക്കാം. ദളിത് വോട്ടുകൾ കൂടുതലായുള്ള സ്ഥലങ്ങളിലും ഇത്തവണ BJPക്ക് കോൺഗ്രസിന് വലിയ ആധിപത്യം ഉണ്ടായിട്ട് 7 സീറ്റുകൾ അധികമായി നേടാൻ കഴിഞ്ഞു. BJPക്ക് അവിടെ 5 സീറ്റുകളാണ് നഷ്ടപ്പെട്ടത്. നേരത്തെ തന്നെ ഈ ദളിത് ഡോമിനേറ്റഡ് സ്ഥലങ്ങളിൽ ദളിത് വോട്ടിനകത്ത് സ്വാഭാവികമായും കോൺഗ്രസിന് മേൽക്കൈയുണ്ട്. നേരത്തെ സിദ്ധരാമയ്യയുടെയൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം അഹിന്ദ എന്നുള്ളതായിരുന്നു. പിന്നോക്ക ദളിത് മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട്. ഇത്തവണ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കൂടി നമ്മൾ പരിശോധിച്ചാൽ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ടിലും ആ റീജിയൻ പക്ഷേ പരിശോധിക്കുമ്പോൾ പോലും അവിടെയും നേരത്തെ മുസ്ലിം വിഭാഗത്തിൻ്റെ കുറേ വോട്ടുകൾ ലഭിച്ചിരുന്നത് JDSനാണെങ്കിൽ ഇപ്പോൾ ആ വോട്ട് കൂടി കോൺഗ്രസിലേക്ക് വന്നിട്ടുണ്ട്. ആ വോട്ട് വന്നതും കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വാഭാവികമായും ഗുണം ചെയ്തൊരു മേഖല കൂടിയാണ്. അതാണ് മുസ്ലിം ഡോമിനേറ്റഡ് മണ്ഡലങ്ങൾ. 18 സീറ്റുകൾ മാത്രമാണുള്ളത്. അവിടെ കോൺഗ്രസിന് നേരത്തെ 13 സീറ്റ് ഉണ്ടായിരുന്നത് 13 സീറ്റായി ഉയർന്നു, 11-13 ഉയർന്നു. BJPക്ക് 6 സീറ്റ് ഉണ്ടായിരുന്നു, 5 ഉയർന്നു. JDSന് സീറ്റ് ഒരു സീറ്റുമില്ല. കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഉണ്ടായിരുന്നു, ആ സീറ്റ് ഇത്തവണ നഷ്ടമായി. ഏകദേശം കർണാടകയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ ചിത്രം എങ്ങനെയാണ് അവിടുത്തെ ജാതി വിഭാഗങ്ങൾ മാറി വോട്ട് ചെയ്തത്, അവിടുത്തെ ഗ്രാമീണരും നഗരവാസികളും മാറി. ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസിൻ്റെ വലിയ പ്രവർത്തനം അവർക്കുണ്ടാക്കിയ പ്രയോജനം. അതോടൊപ്പം തന്നെ 2 പ്രബല ജാതി വിഭാഗങ്ങളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞു. ഒപ്പം അഹിന്ദ മുദ്രാവാക്യം മുന്നിൽ നിർത്തിയില്ലെങ്കിലും അഹിന്ദ വിഭാഗത്തിൻ്റെ വോട്ട് സമാഹരണത്തിന് കാര്യമായി മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. എന്തായാലും ദക്ഷിണ കന്നഡയിലും ഉത്തര കന്നഡയിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി. ദക്ഷിണ കന്നഡയിൽ JDSൽ നിന്നും ഉത്തര കന്നഡയിൽ BJPയിൽ നിന്ന് പിടിച്ചെടുത്തു. സെൻട്രൽ കർണാടകയിലും BJPയിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതാണ് ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ഒരു ഏകദേശ ചിത്രം. മോദിയും അമിത്ഷായും ഡബിൾ എഞ്ചിനായി പ്രചാരണം നയിച്ചിട്ടും കർണാടകത്തിൽ BJPക്ക് പാളം തെറ്റി. സർക്കാർ വിരുദ്ധ വികാരം മോദി മാജിക്കിലൂടെ മറികടക്കാമെന്ന BJPയുടെ കണക്കുകൂട്ടലാണ് തെറ്റിയത്. അഴിമതി സർക്കാർ എന്ന ആക്ഷേപം മുതൽ അസംതൃപ്തർ എതിർപ്പാളയത്തിൽ ചേക്കേറിയതുവരെ എല്ലാ ഘടകങ്ങളും BJPക്ക് തിരിച്ചടിയായി. സംവരണ കാർഡും BJPക്ക് പ്രതീക്ഷിച്ച ഗുണം ചെയ്തില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കർണാടകയിൽ കാര്യങ്ങൾ ശുഭകരമല്ലെന്ന് BJP തിരിച്ചറിഞ്ഞിരുന്നു. മോഡിയും അമിത്ഷായും മറ്റു കേന്ദ്ര നേതാക്കളും കന്നഡ മണ്ണിൽ പറന്നിറങ്ങി പടയൊരുക്കം തുടങ്ങി.
മോഡി പ്രഭാവത്തിലൂടെ പ്രതികൂല ഘടകങ്ങൾ മറികടക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന മുദ്രാവാക്യത്തോടെ കേന്ദ്ര പദ്ധതികളും വികസന നേട്ടങ്ങളും അക്കമിട്ട് നിരത്തിയെങ്കിലും വോട്ടായില്ല. സംവരണമടക്കം തെരഞ്ഞെടുപ്പ് എഞ്ചിനീയറിംഗിൽ പയറ്റാവുന്ന എല്ലാ അടവും പ്രയോഗിച്ചെങ്കിലും കാലിടറി. യെദ്യൂരപ്പയെ മുൻപിൽ നിർത്തിയിട്ടും ലിംഗായത്ത് വോട്ടുകൾ പെട്ടിയിൽ വീണില്ല. ഷെട്ടാറും ലക്ഷ്മൺ സവദിയും എതിർചേരിയിൽ പോയതും പരമ്പരാഗത വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാക്കി. അതുകൊണ്ടുതന്നെ BJP കേന്ദ്ര നേതൃത്വത്തിന്റെ പരാജയമായാണ് എതിർചേരി കാണുന്നത്. ಮತ್ತು ಇಂಥ ಚುನಾವಣೆಯಲ್ಲಿ ಪ್ರಧಾನಮಂತ್ರಿಗಳು, ಹೋಮ್ ಮಿನಿಸ್ಟರ್ಗಳು, ಡಜನ್ ಗಂಟಲೆ ಸೆಂಟ್ರಲ್ ಮಿನಿಸ್ಟರ್ಸು, ಅಕ್ಕಪಕ್ಕದ ಚೀಫ್ ಮಿನಿಸ್ಟರ್ಸು ಇವರೆಲ್ಲರೂ ಕೂಡ ಬಂದು ಇಲ್ಲಿ ಕ್ಯಾಂಪ್ ಹಾಕಿ ಮೆನ್ ಪವರ್, ಆಮೇಲೆ ಮಟೀರಿಯಲ್, ಮಸಾಲ್ ಪವರ್ ಎಲ್ಲ ಅವರು ತಮಗೇನು ಬೇಕು ಅದು ಯೂಸ್ ಮಾಡಿದ್ರು. ಆದರೂ ಕೂಡ ಜನ ಯಾವುದಕ್ಕೂ ಮೋಸ ಹೋಗಲಿಲ್ಲ. ಅವರು ಒಂದಾಗಿ ಕಾಂಗ್ರೆಸ್ ಪಾರ್ಟಿಗೆ ಮತ ಹಾಕಿದ್ದಾರೆ. ಅದಕ್ಕೆ ನಾ ಎಲ್ಲ ಅಭ್ಯರ್ಥಿಗಳಿಗೆ, ಗೆದ್ದಂತ ಅಭ್ಯರ್ಥಿಗಳಿಗೂ ಕೂಡ ನಾನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಅವರಿಗೆ അഭിനന്ദിസ്തനെ. അഴിമതി വിരുദ്ധ പ്രതിച്ഛായയാണ് കേന്ദ്ര സർക്കാർ മുഖമുദ്രയാക്കുന്നത്. ആ പ്രതിച്ഛായയ്ക്കും 40% കമ്മീഷൻ സർക്കാർ എന്ന ആക്ഷേപം മങ്ങലേൽപ്പിച്ചു. പരാജയ കാരണങ്ങൾ പരിശോധിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്ന് ബസവരാജ് ബൊമ്മ. Once the results come, we will do the detailed analysis. And as a political party and as a national political party, we will not only analyze and we will see that what are the gaps and what are the deficiencies were there at different levels. We will look into that and improve upon it. And we will take this result in our stride and we will go ahead and reorganize the party and come back during Lok Sabha election. ഭൂരഹിതരായ വനിതാ തൊഴിലാളികൾക്ക് മാസം 1000 രൂപ ധനസഹായം. സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യ ബസ് പാസ് അടക്കമുള്ള വാഗ്ദാനങ്ങളും ഗുണം ചെയ്തില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിലെ 28 സീറ്റിൽ 25 നേടിയായിരുന്നു BJPയുടെ മിന്നും ജയം. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ ശുഭപ്രതീക്ഷയോടെ കാണുമ്പോൾ BJPക്ക് തെക്കോട്ടുള്ള വാതിലാണ് കർണാടകയിൽ അടഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് ജയത്തിനിടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്ന ഒരു പേരുണ്ട്. ബെല്ലാരി സ്വദേശി സുനിൽ കനഗൊലു. ഒരു കാലത്ത് പ്രശാന്ത് കിഷോറിന്റെ വലം കൈയായിരുന്ന സുനിലിന്റെ തന്ത്രങ്ങളാണ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ ജയത്തിൽ നിർണായക ഘടകമായത്. സുനിൽ കനഗൊലു ഐപാക്കിന്റെ ബുദ്ധികേന്ദ്രങ്ങളിൽ ഒരാളായിരുന്ന 40-കാരൻ 2022 മാർച്ചിലാണ് പ്രശാന്ത് കിഷോറിന്റെ സഖ്യം വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്നത്. ആദ്യ ദൌത്യം ഭാരത് ജോഡോ യാത്ര, പിന്നീട് കർണാടക തെരഞ്ഞെടുപ്പ്. രണ്ടും വൻ വിജയമായിരുന്നു. കർണാടകയിലെ സ്ഥാനാർത്ഥികളെ പോലും നിർണയിച്ചത് ഈ കണ്ണാടിക്കാരനായിരുന്നു. പക്ഷേ കനഗൊലു വാർത്തകളിൽ നിറയാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ്. അതുവരെ വാർത്തകളിലോ മാധ്യമങ്ങളിലോ ഇല്ലാത്ത വ്യക്തിയായിരുന്നു സുനിൽ. സുനിൽ വാർത്തകളിൽ ഇടം നേടിയത് കോൺഗ്രസിനൊപ്പം ചേർന്നതിന് പിന്നാലെ ഓഫീസുകളിലും വീടുകളിലും ഉണ്ടായ റെയ്ഡിലൂടെയായിരുന്നു. സുനിലിന്റെ സഹായികളെയും റെയ്ഡിനിടെ അറസ്റ്റ് ചെയ്തിരുന്നു. കർണാടകയിലെ പ്രധാന പ്രചാരണ ക്യാമ്പയിനായിരുന്ന PCMന്റെ പിന്നിലെ ബുദ്ധി സുനിലായിരുന്നു. പ്രശാന്ത് കിഷോറിന്റെ കോൺഗ്രസ് പ്രവേശന ചർച്ചകൾ അലസിയതിന് പിന്നാലെയാണ് സുനിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റായി മാറിയത്. സുനിലിന്റെ അടുത്ത ലക്ഷ്യം തെലങ്കാനയാണ്. രേവന്ത് റെഡ്ഡിയുടെ പ്രചാരണ യാത്രയും സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളുമെല്ലാം സുനിലിന്റെ നീക്കങ്ങളാണ്. ഇതിനെല്ലാം ശേഷം കേരളത്തിലേക്ക് സുനിൽ വരുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വീണ്ടും ഇടവേള. എറണാകുളം നോർത്ത് പറവൂരിൽ കാണാതായ 3 കുട്ടികളിൽ ഒരാളുടെ മൃതദേഹം കിട്ടി. 2 പേർക്കായി തെരച്ചിൽ തുടരുകയാണ്. പറവൂർ തട്ടുകടവ് പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേർന്നു. എപ്പോഴാണ് ആ മൃതദേഹം ലഭിച്ചത്? മറ്റ് 2 കുട്ടികൾക്കായി ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണോ? അപർണ, രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതിനിടയിലാണ് 3 പെൺകുട്ടികളിൽ ഉൾപ്പെട്ട ഇവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതിൽ ചെറിയ പലംതുരുത്ത് മരോട്ടിക്കൽ ബിജുവിന്റെയും കവിതയുടെയും മകൾ ശ്രീവേദ 10 വയസ്സ് ഈ കുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. കവിതയുടെ ഇരിഞ്ഞാലക്കുടയിലെ സഹോദരിയുടെ മകൾ സഹോദരിയുടെ മകൻ ശ്രീരാഗ 13 വയസ്സ്, അതോടൊപ്പം തന്നെ മന്നം സ്വദേശി വിനുവിന്റെ മകൻ
അഭിനവ് എന്നിവയ്ക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു പറവൂർ പല്ലംതുരുത്ത് കടവിൽ ഈ അപകടമുണ്ടാകുന്നത്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു തിരച്ചിൽ അവർക്ക് വേണ്ടി നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ കവിതയുടെ മകൾ ശ്രീവേദയുടെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയുള്ള മറ്റുള്ളവർക്ക് വേണ്ടി മറ്റ് 2 കുട്ടികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട കൊച്ചിയിൽ. 15,000 കോടി വില മതിക്കുന്ന മയക്കുമരുന്നുകളുമായുള്ള കപ്പലാണ് കൊച്ചിയിൽ പിടികൂടിയത്. 2500 കിലോയിൽ പരം മെത്താംഫിറ്റാമിനാണ് പിടികൂടിയത്. NCBയും ഇന്ത്യൻ നാവികസേനയും ചേർന്നായിരുന്നു പുറംകടലിൽ വെച്ച് കപ്പൽ പിടിച്ചെടുത്തത്. പാകിസ്ഥാൻ സ്വദേശിയായ ഒരാൾ പിടിയിലായി. കൊച്ചിയിൽ നിന്ന് ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. രാജ്യത്തെ ഞെട്ടിച്ച ലഹരിമരുന്ന് വേട്ടയാണ് നടന്നിരുന്നത്. ഏതാണ്ട് 15,000 കോടിയോളം രൂപയുടെ വില വരുന്ന മയക്കുമരുന്നുകൾ. ഈ മയക്കുമരുന്നുകൾ 2500 കിലോയ്ക്ക് മുകളിൽ വരുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത്. ഇതാദ്യമായാണ് ഇത്തരമൊരു ക്വാണ്ടിറ്റി ഒരു ബോട്ട് കേന്ദ്രീകരിച്ച് ഒരു ബോട്ടിൽ നിന്ന് മാത്രമായിട്ട് ഇത് കേന്ദ്രീകരിച്ച് പിടികൂടുന്നത്. ഇതിൽ പ്രധാനമായും തന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൽ അഫ്ഗാനിസ്ഥാനിൽ ഉൽപ്പാദിപ്പിച്ച മയക്കുമരുന്ന് അത് പാകിസ്ഥാൻ്റെയും അതോടൊപ്പം തന്നെയും ഇറാൻ്റെയും ബോർഡറിൽ നിന്ന് ഇവിടെ നിന്നാണ് ഇത് വലിയ മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് ഇത് മാറ്റുന്നത്. തുടർന്ന് ഇത് ഇന്ത്യ അതോടൊപ്പം തന്നെ മാലദ്വീപ്, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളുടെ സമുദ്ര അതിർത്തികൾ ലക്ഷ്യമിട്ടാണ് ബോട്ട് പ്രയാണം തുടങ്ങുന്നത്. ഇത് സംബന്ധിച്ചുള്ള രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ നേവിയും ഈ തീരമേഖലയിൽ വലിയ ജാഗ്രത പുലർത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഇത് പിടികൂടാനായിട്ട് സാധിച്ചിരിക്കുന്നത്. വിപണിയിൽ ഇതിന് ഏതാണ്ട് 15,000 കോടിയോളം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് എന്നാണ് പറയുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പാകിസ്ഥാനിൽ നിന്ന് അതിൻ്റെ ഒരു ബന്ധങ്ങൾ കൃത്യമായിട്ട് തന്നെ പ്രതിപാദിക്കുന്ന രീതിയിലുള്ള തെളിവുകളടക്കം അന്വേഷണ ഏജൻസികൾക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പിടിയിലായിരിക്കുന്ന ഒരാളും പാകിസ്ഥാൻ സ്വദേശിയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളുടെ വിശദാംശങ്ങൾ ഇതുവരെയും അന്വേഷണ സംഘം പുറത്ത് വിട്ടിട്ടില്ല. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ പേര് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഈ അന്വേഷണ ഏജൻസികളെ കണ്ട മാത്രയിൽ തന്നെ ഇത് ബോട്ട് മുക്കാനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തിയിരുന്നത്. ബോട്ട് മുക്കാനുള്ള ആ ശ്രമങ്ങൾ അവർ ഏതാണ്ട് വിജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് അതിൽ നിന്ന് ഇത്രയ്ക്കധികം ക്വാണ്ടിറ്റിയിൽ ഈ ലഹരി മരുന്ന് അതിൽ നിന്ന് പുറത്തെടുക്കാനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ മെത്തഫെറ്റാമിൻ എന്ന് പറയുന്ന മാരകമായ ലഹരി മരുന്നാണ് ഇത് പിടികൂടിയിട്ടുള്ളത്. നേരത്തെയും തന്നെ സമുദ്രാതിർത്തികൾ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ഭാഗത്തു നിന്നെല്ലാം തന്നെ ഇന്ത്യയുടെ ഈ സമുദ്രാതിർത്തിയിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. മാലദ്വീപ്സും അതോടൊപ്പം തന്നെയും ശ്രീലങ്കയും കേന്ദ്രീകരിച്ചും എല്ലാം തന്നെ ഈ രീതിയിലുള്ള അന്വേഷണ ഏജൻസികൾ യോജിച്ചുകൊണ്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും പരിശോധനകൾ തുടരുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളിലേക്ക് തന്നെ അന്വേഷണ ഏജൻസികൾ നീങ്ങുകയും ചെയ്യും. കൊച്ചിയിൽ നിന്ന് ക്യാമറാമാൻ നിതിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. ഓപ്പറേഷൻ സമുദ്രഗുപ്തയുടെ ഭാഗമായി രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ലഹരി വേട്ടയാണ് കൊച്ചിയിൽ നിന്ന് ഉണ്ടായത്. അതീവ രഹസ്യമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിദേശ രാജ്യങ്ങളിലെ രഹസ്യ വിഭാഗങ്ങളുടെ സഹായത്തോടുകൂടിയാണ് ഇത്ര വലിയ ലഹരി വേട്ട നടത്താൻ കഴിഞ്ഞതെന്നും NCB ഉദ്യോഗസ്ഥർ പറയുന്നു. ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉണർത്തുന്ന വിധത്തിൽ ഇന്ത്യൻ സമുദ്രാതിർത്തിയിലൂടെ കോടികളുടെ ലഹരി കച്ചവടം നടക്കുന്നതായുള്ള വ്യാപകമായ റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് 2022 ജനുവരി മാസത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഡയറക്ടർ സഞ്ജയ് കുമാറിന്റെ മേൽനോട്ടത്തിൽ ഓപ്പറേഷൻ സമുദ്രഗുപ്തന് തുടക്കമായത്. തുടങ്ങിയ വർഷം തന്നെ ആദ്യം ഗുജറാത്തിലും പിന്നീട് കേരളത്തിലും വൻ ലഹരി വേട്ട നടന്നു. ഹാഷിഷ് ഓയിലും ഹെറോയിനുമാണ് അന്ന് പിടികൂടിയത്. പക്ഷേ ഓപ്പറേഷൻ സമുദ്രഗുപ്തന്റെ ഭാഗമായി നടക്കുന്ന പരിശോധനകളിൽ ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 15,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന വൻ ലഹരി വേട്ട കേരള തീരത്ത് വെച്ച് നടക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മെറ്റാഫെറ്റമൈന് പുറമെ ഹെറോയിനും ഹാഷിഷ് ഓയിലും ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയതായതാണ് NCBയുടെ കണ്ടെത്തൽ. ഏതാണ്ട് 3200 കിലോഗ്രാമിലധികം മെറ്റാഫെറ്റമൈനും ഒപ്പം തന്നെ 500 കിലോഗ്രാമിൽ അധികം ഹാഷിഷ് ഓയിലും 500 കിലോഗ്രാമിൽ അധികം അതോടൊപ്പം തന്നെയുള്ള ലഹരി വസ്തുക്കളുമാണ് പിടികൂടിയത് എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം
കേരള തീരത്ത് നിന്ന് ഇത് പിടികൂടുമ്പോൾ ശ്രീലങ്ക ലക്ഷ്യമാക്കിയാണ് ഈ ബോട്ടുകൾ നീങ്ങിയിരുന്നത് എന്ന സൂചനയാണ് ഉദ്യോഗസ്ഥർക്ക് പ്രാഥമികമായി ഒരാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമാണ് ഈ ബോട്ടുകൾ ലഹരി വസ്തുക്കൾ നിറച്ചുകൊണ്ട് ഇവിടേക്ക് എത്തിയതെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതോടൊപ്പം രക്ഷപ്പെട്ടോടിയ ഇരുട്ടിന്റെ മറവിൽ രക്ഷപ്പെട്ടു പോയ 2 ബോട്ടുകളെയും ആ ബോട്ടുകളിൽ ഉണ്ടായിരുന്നവരെയും പിടികൂടുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഇന്ത്യൻ നേവിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടും ഇരിക്കുകയുമാണ്. കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് പുറമെ ശ്രീലങ്കയിലെയും മാലിദ്വീപിലെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ കൂടി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അതീവ രഹസ്യമായ ഒരു ഓപ്പറേഷൻ സമുദ്രഗുപ്തന്റെ ഭാഗമായി കേരള തീരത്ത് നടന്നത് എന്നാണ് നമുക്ക് ന്യൂസ് 8ന്റെ ഇന്റേണൽ സോഴ്സുകൾക്ക് കൃത്യമായി NCB ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. കേരളത്തിൽ അടക്കം ലഹരി മാഫിയ വലിയ തോതിൽ വലപിരിക്കുകയും സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് കോടികളുടെ ഇടപാടുകളാണ് രഹസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്ന് ആഴ്ചകൾക്കകമാണ് കേരളത്തെ ഞെട്ടിക്കുന്ന തരത്തിൽ ഇത്തരത്തിലൊരു വൻ ലഹരിവേട്ട നടന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഗൌരവതരമായിട്ടുള്ള കാര്യം. ഇത്തരത്തിൽ നിരന്തരമായ പരിശോധനകൾ നടക്കുന്നതിനൊപ്പം ഈ പരിശോധനകളിൽ പിടികൂടുന്ന ആളുകൾക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കാൻ കൂടി നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് കഴിയാതെ പോകുന്നത് കൊണ്ടാണ് വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ ലഹരി സംഘങ്ങൾ തങ്ങളുടെ വേരുകൾ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉറപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ആക്ഷേപവും ഒരു തരത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും NCBയും ഇന്ത്യൻ നേവിയും സംയുക്തമായി നടത്തിയ ഈ പരിശോധനയിൽ രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ലഹരിവേട്ട നടന്നിരിക്കുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണെങ്കിലും പിടികൂടിയതിനേക്കാൾ അധികമാണ് പിടികൂടാതെ രഹസ്യമായി ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന ലഹരി മാഫിയയുടെ കോടികൾ വിലമതിക്കുന്ന ലഹരി കച്ചവടം എന്നതാണ് എടുത്തു പറയേണ്ട ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. താമരശ്ശേരി ചുരത്തിൽ വൻ ദുരന്തമൊഴിവായി. സംരക്ഷണ ഭിത്തി തകർത്ത് മുന്നോട്ട് പോയ KSRTC ബസ് മരത്തിലിടിച്ചു നിന്നത് മൂലം ആളപായമുണ്ടായില്ല. ചുരം ഇറങ്ങുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 7-ാം വളവിനും 8-ാം വളവിനും ഇടയിൽ വൈകിട്ട് 3:30യോടെയായിരുന്നു അപകടം. അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഗതാഗതം സ്തംഭിച്ചു. ആദിവാസി ഊരുകളിലെല്ലാം വൈദ്യുതി എത്തിച്ച ജില്ലയായി തൃശൂർ. മലകപ്പാറയിൽ കൊടും വനത്തിനുള്ളിലെ വെട്ടിവിട്ടക്കാട് പട്ടികവർഗ കോളനിയിൽ കൂടി വൈദ്യുതി എത്തിച്ചതോടെയാണ് ജില്ല അപൂർവ നേട്ടത്തിന് അർഹമായത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ വാഴച്ചാലിൽ നിന്ന് 100 കിലോമീറ്റർ അകലെയാണ് വെട്ടിവിട്ടക്കാട് പട്ടികവർഗ കോളനി. വനമേഖലയിലെ ഈ കോളനിയിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്ന ദുഷ്കരമായ ദൗത്യമാണ് കഴിഞ്ഞ ദിവസം പൂർത്തിയായത്. മുതുവാൻ വിഭാഗക്കാരായ 13 കുടുംബങ്ങളിലായി 38 പേരാണ് ഇവിടെ താമസിക്കുന്നത്. ഭൂഗർഭ കേബിൾ ഉപയോഗിച്ച് വനത്തിലൂടെയാണ് ഇവിടെ വൈദ്യുതി എത്തിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി K രാധാകൃഷ്ണൻ നിർവഹിച്ചു. വെട്ടിവിട്ടക്കാടിന് ഇനിയും സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഒരു കുടുംബത്തിന് 7.11 ലക്ഷം രൂപ വീതം ചെലവിട്ടാണ് വൈദ്യുതിവൽക്കരണം സാധ്യമാക്കിയത്. ദുർഘടമായ പാതയിലൂടെ യാത്ര ചെയ്താണ് മന്ത്രിയും സംഘവും കോളനിയിലെത്തിയത്. യാത്രാ ദൃശ്യങ്ങൾ മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. ന്യൂസ് 18 തൃശൂർ. പൂർണ്ണമാകുന്ന വാർത്തയിൽ നിന്ന് നമസ്കാരം.